നമസ്കാരം, ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഞാൻ നാദിറ മെഹറിൻ. നമ്മൾ അവസാനമായി കണ്ടത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. ഇന്ന് പുതിയ അതിഥിയുണ്ട്, അറിവുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കാണാം പ്രധാന വാർത്തകൾ. ചരിത്ര സ്വപ്നം കൈവിട്ട് കേരളം. രഞ്ജി ട്രോഫിയിൽ വിദർഭയ്ക്ക് കിരീടം. മത്സരം സമനിലയിൽ. വിദർഭയ്ക്ക് തുണയായി ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. വിജയശില്പിയായി മലയാളി കരുൺ നായർ. ശശി തരൂർ മലക്കം മറിഞ്ഞു. സർക്കാർ വാഴ്ത്ത് തന്റെ തെറ്റെന്ന് വിശദീകരണം. സ്റ്റാർട്ടപ്പ് കുതിപ്പ് കണക്കുകൾ സത്യമല്ല. വികസനം ഉണ്ടാകാൻ ഇനിയും സംരംഭങ്ങൾ വരണമെന്നും തരൂർ. ജോലി തേടി ഇസ്രയേലിൽ പോയ മലയാളി കൊല്ലപ്പെട്ടു. മരിച്ചത് തുമ്പ സ്വദേശി തോമസ് ഗബ്രിയേൽ. മരണം ജോർദാൻ അതിർത്തിയിൽ വെടിയേറ്റ. തോമസ് മനുഷ്യക്കടത്തിന് ഇര. വാട്സ്ആപ്പ് മുത്തലാഖിൽ പോലീസ് അനാസ്ഥയ്ക്ക് അവസാനം. യുവതിയുടെ ഭർത്താവിനെതിരെ കേസെടുത്തു. നടപടി ഉണ്ടായത് ന്യൂസ് 18 വാർത്ത നൽകിയതിനെ തുടർന്ന്. ഷഹബാസ് വധത്തിൽ കൂടുതൽ പേരുടെ പങ്ക് പരിശോധിച്ച് പോലീസ്. പ്രതികളുടെ വീട്ടിൽ റെയ്ഡ്. 4 ഫോൺ പിടിച്ചെടുത്തു. മകനെ കൊന്നത് മാരകായുധങ്ങൾ ഉപയോഗിച്ചെന്ന ഷഹബാസിന്റെ പിതാവ്. ഉറ്റവരെ കൂടാതെ 2 പേരെ കൂടി കൊല്ലാൻ അഫാന് പദ്ധതി. ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ബന്ധുക്കളായ അമ്മയും മകളും. പകയ്ക്ക് കാരണം 5 ലക്ഷം രൂപ കടം കൊടുക്കാതിരുന്നത്. മൊഴികൾ തള്ളി പിതാവ് റഹീം. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും മകനെ അറിയിച്ചിരുന്നില്ലെന്ന് മൊഴി. കണ്ണൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ 70 വയസ്സുകാരനായ കർഷകന് ദാരുണാന്ത്യം. മരിച്ചത് പാനൂരിലെ വല്യായി ശ്രീധരൻ. പന്നി ചത്ത നിലയിൽ. കോൺഗ്രസ് പ്രവർത്തകയെ കൊന്ന് സ്യൂട്ട് കേസിലാക്കിയ സംഭവം ഹരിയാനയിൽ രാഷ്ട്രീയ വിവാദം. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെയുള്ള കൊലപാതകം ബിജെപിക്കെതിരെ ആയുധമാക്കി കോൺഗ്രസ്. കൊല്ലപ്പെട്ടത് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്ന ഹിമാനി നർവാൾ. സെലൻസ്കിക്ക് പരസ്യ പിന്തുണയുമായി കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ. ട്രംപിന്റെ നിലപാട് സാമ്പത്തിക ബാധ്യതയിൽ നിന്നൊഴിയാനുള്ള നാടകമെന്ന നിഗമനം. യുക്രൈൻ അമേരിക്ക ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന നാറ്റോ. തെക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും വേനൽ മഴ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്ന മുന്നറിയിപ്പ്. ചാന്ദ്രരഹസ്യം തേടി ബ്ലൂ ഗോസ്റ്റ് ഇറങ്ങി. 4 കാലുകളും ചന്ദ്രോപരിതലത്തിൽ ഉറപ്പിച്ചു. ഉപഗ്രഹം അയച്ചത് സ്പേസ് എക്സ്. മനുഷ്യന് സ്ഥിരമായി വസിക്കാനാകുമോ എന്ന് പഠിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകളൊക്കെ കണ്ടില്ലേ? കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാർത്തയാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നുള്ളത്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന വലിയൊരു തരത്തിലുള്ള പോപ്പുലേഷൻ ഇന്ന് കേരളത്തിനകത്തും കാണുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കയ്യിൽ ഇത്തരം വസ്തുക്കൾ എത്തുകയും അതിന് ശൃംഖലയാകുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ നമ്മളെയൊക്കെ തന്നെ പേടിപ്പിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമാകുന്നത്? എങ്ങനെയാണ് നമുക്ക് ഇവരെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ വലിയ രീതിയിൽ തന്നെ സംസാരിക്കേണ്ടതുണ്ട്. നമ്മുടെ മാറി വരുന്ന കാലം ഇല്ലെങ്കിൽ മാറി വരുന്ന ചുറ്റുപാടുകളൊക്കെ തന്നെ ഈ കുട്ടികളെ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് 10ഉം 12ഉം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ ഇത്തരം പദാർത്ഥങ്ങൾ പിടിക്കപ്പെടുന്നു, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുന്നു എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതെങ്ങനെ അവസാനിപ്പിക്കണം? കൃത്യമായ പാരൻറ്റിങ്, ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളോട് അവർ എവിടെ പോയാലും എവിടെ വൈകി വന്നാലും നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി എൻ്റെ കുട്ടി ഇത് ചെയ്യില്ല എന്നുള്ള ബോധമാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത്.
ആ തിരുത്തലിലൂടെയാണ് നമ്മൾ നമ്മുടെ കുട്ടിയെ രക്ഷിക്കേണ്ടതും. ഒരു നല്ല പാരന്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ചർച്ചയിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളും. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ ബോധവൽക്കരണം തന്നെയാണ്. അതിന് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൃത്യമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എടുത്തു പറയേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, സാമൂഹ്യ പ്രവർത്തകർ, അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള സജീവമായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മൾ അറിയുന്നുമുണ്ട്, അതിനെതിരെ പ്രതികരിക്കുന്നുമുണ്ട്. പക്ഷേ അത്തരം കേസുകളൊക്കെ തന്നെ എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കുട്ടിയെ തല്ലണമോ തലോടണമോ എന്നുള്ള ചോദ്യത്തിന് മുന്നിലാണ് നമ്മൾ എല്ലാവരും എത്തി നിൽക്കുന്നത്. എങ്കിൽ തല്ലേണ്ടടുത്ത് തല്ലുക തന്നെ ചെയ്യണമെന്നുള്ളതാണ് ഭൂരിപക്ഷ സമൂഹം ആഗ്രഹിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടുന്നത് മയക്കുമരുന്നിന് അടിമയാകുന്ന ഒരു തലമുറയല്ല കേരളത്തിന് ആവശ്യം എന്നുള്ളത് തന്നെയാണ്. കുട്ടികൾ ഉപയോഗിക്കുക മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട്, ഇതിൻ്റെ ശൃംഖലയുടെ ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ കണ്ണികളാകുന്നു എന്നുള്ള വലിയൊരു ഭയപ്പെടുത്തൽ കൂടി കേരളത്തിനകത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇവയ്ക്കൊക്കെ കാരണം സിനിമയാണോ എന്നുള്ള മറ്റൊരു ചോദ്യം മറുവശത്തു കൂടിയുണ്ട്. സിനിമ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് എല്ലാ കാലത്തും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. സിനിമയാണോ ഇതിനുള്ള കാരണം? സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടികൾ എവിടം വരെ എത്തി നിൽക്കുന്നു? ബോധവൽക്കരണം മാത്രം മതിയോ, അതോ ശക്തമായ നിയമ നടപടികൾ ഇനിയും ആവശ്യമുണ്ടോ? ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ബുള്ളറ്റ് റൈഡറായ സീമ വാര്യറാണ്. 51 വയസ്സുകാരിയായ സീമ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ടീച്ചർ കൂടിയാണ്. സ്വാഗതം സീമ. നമസ്കാരം. അപ്പം ഒത്തിരി പേർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന സീമ, എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ട് നമ്മുടെ ബുള്ളറ്റ് റൈഡിങ്ങിൽ സജീവമായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള എല്ലാ സംസ്ഥാനങ്ങളൊക്കെ തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ ബുള്ളറ്റ് റൈഡിങ് നടത്തിയിട്ടുള്ള ഒരാളാണ്. വലിയ ഇൻസ്പിറേഷനാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു പക്ഷേ 51ാമത്തെ വയസ്സിലും ഈ പറഞ്ഞ പോലെ ബുള്ളറ്റ് റൈഡിങ്ങിലേക്ക് എത്തുന്നത്? എത്തുന്നതെന്ന് പറയുമ്പോൾ ഞാൻ 49 ഇയേഴ്സ് ആകുമ്പോഴാണ് തുടങ്ങിയത്. 49 ഇയേഴ്സ് ആകുമ്പോ ഹസ്ബൻഡ് ഒരു ഗിഫ്റ്റ് തന്നതാണ് ബുള്ളറ്റ്. കുറെ കാലമായിട്ട് ആഗ്രഹമായിരുന്നു, ഇത് 10 ഇയേഴ്സ് ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ നടക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 49th ഇയറിലാവുമ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് വേണം എന്ന് ആലോചിച്ച് തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ കുറെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സിനോടും എന്റെ ഫ്രണ്ട്സിനോടും. അവരൊക്കെ പറഞ്ഞു, നീ ഇപ്പൊ 50ാം വയസ്സ് ആവാൻ പോവല്ലേ, ഇപ്പൊ ഈ സമയത്ത് നിനക്ക് ബുള്ളറ്റ് വേണോ, നിനക്ക് വല്ല കാറിൽ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ ചോദിച്ചു. അങ്ങനെ കുറെ തിരിഞ്ഞും പറഞ്ഞിട്ടുമാണ് പിന്നെ തീരുമാനിച്ചത്, ബുള്ളറ്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ട് ഓടിച്ചു തുടങ്ങിയത്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഹാപ്പൻഡ്. ഈ ബുള്ളറ്റ് റൈഡിങ് അത്രയും എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിനൊരു കൃത്യമായ പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ട്. എങ്ങനെയാണ് അത് കുട്ടിക്കാലം മുതൽ തന്നെ ഈ ബുള്ളറ്റ് റൈഡിങ് സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടീസൊക്കെ നടത്തിയിരുന്നോ, അതോ ഈ വളരെ റീസെൻ്റ്ലി ആണോ ഈ ബുള്ളറ്റ് റൈഡിങ് നടത്തി തുടങ്ങിയത്? അല്ല, ബുള്ളറ്റ് ഓടിച്ചു തുടങ്ങിയത് 49 ഇയേഴ്സിലാണ്. അതിന് മുമ്പ് സ്കൂട്ടി ഓടിച്ചിരുന്നു. ഗിയർലെസ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഞാൻ 12th സ്റ്റാൻഡേർഡ് തൊട്ട് ഓടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബുള്ളറ്റ് റൈഡിങ് ഇല്ല, ഞാൻ 49th ഇയറിൽ തുടങ്ങിയതാണ്. അതിന് ഞങ്ങൾക്ക് ഒരു CRS എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളുടെ ഒരു ബൈക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവിടുന്ന് ചെറിയൊരു ട്രെയിനിങ് ഒക്കെ തന്നിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. അത് ആൾക്കാർ പറയുന്ന പോലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് 2 വീലർ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ അത് അത്രയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇറ്റ് ഇസ് അബ്സല്യൂട്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കവർ ചെയ്തു, ഇല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ റൈഡ് നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? എത്ര വട്ടമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ റൈഡൊക്കെ നടത്തിയിട്ടുള്ളത്? അത് ബുള്ളറ്റ് വന്ന് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഓടിക്കില്ല, ഞാനാണ് ഓടിക്കുക. അപ്പൊ ഞങ്ങളൊരു ഇവിടുന്ന് ഗോവ ടു മുംബൈ ഒരു ട്രിപ്പ് അടിച്ചു. ഞാനാണ് വണ്ടി ഓടിച്ചു കൊണ്ടത്, ഹസ്ബൻഡ് ദില്ലിയനായിരുന്നു. അതാണ് ഞങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ലോങ് റൈഡ് അതായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു തോന്നല് വന്നു, എനിക്കിന്ന് പോകണം എന്നുള്ളത്. എനിക്ക് ലഡാക്കിന്റെ എല്ലാ ബൈക്കേഴ്സിന്റെ ഒരു ഡ്രീം ആണല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ലഡാക്കിലേക്ക് പോകണം എന്നൊരു തോന്നൽ തോന്നിയപ്പോ ആണ് പോയി. ഞാൻ ഫസ്റ്റ് ഇയർ ഞാൻ സോളോ പോയി, ഒരു പ്രാവശ്യം സോളോ പോയി, ജമ്മു വരെ പോയി തിരിച്ചു വന്നു. പക്ഷെ ജമ്മുവിന്റെ അവിടെ എന്താ പറയാ ഭയങ്കര ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. ആ എക്സ്പീരിയൻസ് വാസ് ബ്യൂട്ടിഫുൾ. സോളോ റൈഡിന്റെ എക്സ്പീരിയൻസ് വാസ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. എവിടെയും എനിക്ക് ഒറ്റപ്പെട്ടു എന്ന് തോന്നിയില്ല. എവിടെ പോയാലും ഐ വാസ് റിസീവ്ഡ് വെരി വെൽ. ഭയങ്കര സ്നേഹവും ഇഷ്ടമായിരുന്നു. എല്ലാ സ്റ്റേറ്റിലും പോയ സ്റ്റേറ്റിലൊക്കെ ഇറ്റ് വാസ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ജമ്മു എത്തുമ്പോഴേക്കും അവിടെ ഓഫ് റോഡ്സ് ഒക്കെ തുടങ്ങി. എനിക്ക് ഓഫ് റോഡ്സ് ഭയങ്കര പേടിയാണ്. അപ്പൊ അവിടുന്ന് ഞാൻ പിന്നെ തിരിച്ചു പോന്ന്, അങ്ങനെയാണ് തിരിച്ചു വന്നത്. കംപ്ലീറ്റ് ചെയ്തില്ല. ലഡാക്ക് വരെ പോകണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. പക്ഷെ അന്ന് തിരിച്ചു വരേണ്ടി വന്നു. ജമ്മു വരെ പോയി തിരിച്ചു വരേണ്ടി വന്നു. പക്ഷെ നെക്സ്റ്റ് ഇയർ ഞങ്ങളുടെ ഈ ബൈക്കിംഗ് ഗ്രൂപ്പിന്റെ ഫൗണ്ടറാണ് ഫൈസ് പറഞ്ഞു, ഞാൻ ചേച്ചിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സെക്കൻഡ് ടൈം ഒരു അറ്റംപ്റ്റ് കൂടി നടത്താമെന്ന് വിചാരിച്ചിട്ട്
അങ്ങനെയാണ് സെക്കൻഡ് ടൈം ഞാൻ ലഡാക്കിലേക്കുള്ള പുറപ്പാടായത്. ഓക്കെ. അപ്പം പൊതുവെ സോളോ ട്രിപ്പാണോ കൂടുതലും എൻജോയ് ചെയ്യുന്നത്, അതോ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ യാത്ര ചെയ്യുന്നതാണോ കൂടുതൽ കംഫർട്ടബിൾ? സോളോ ആണ് എനിക്ക് ആക്ച്വലി പ്രിഫർ ചെയ്യുക. ബിക്കോസ് നമ്മുടെ ടൈമിംഗ് ആണ്, നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്യണം, ആൻഡ് നമുക്ക് എക്സ്പീരിയൻസ് വേറെ ചെയ്യാം. നമ്മളൊരു എവിടെയും എത്തേണ്ട ഒരു ധൃതിയില്ല, നമുക്ക് വേണ്ടോട്ട് നമ്മൾ നിർത്തി. ഞാൻ സോളോ ട്രിപ്പ് പോകുമ്പോൾ ആൾക്കാരൊക്കെ വർത്താനം, റോഡിൽ നിന്നിട്ടും ഏതെങ്കിലും കടയിൽ കയറിയിട്ടും ആൾക്കാരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് ആ ഒരു ഫ്രീഡം നമ്മൾ ഗ്രൂപ്പ് റൈഡിൽ പോകുമ്പോൾ ഉണ്ടാവില്ല. ബിക്കോസ് അത് എല്ലാവരും കൂടിയിട്ടുള്ള ഗ്രൂപ്പ് അല്ലേ. സോ ഐ ഹാവ് ടു ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് മൈ ഗ്രൂപ്പിന്റെ ഹെഡിനെ ഫോളോ ചെയ്യും. ഇത് സോളോ ആകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് യുവർ ഓൺ ദിസ് തിങ്. അപ്പൊ ആ റൈഡ് വാസ് യെസ് ഡെഫിനറ്റ്ലി ഞാൻ കുറെ കൂടി എൻജോയ് ചെയ്ത റൈഡ് അതാണ്. ബിക്കോസ് കുറെ ആൾക്കാരോട് എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. റോഡ് സൈഡിലുള്ള ഫ്രൂട്ട് സെല്ലേഴ്സിനോട്, ബ്ലാങ്കറ്റ് സെല്ലേഴ്സിനോട്, ഒരു കാരവാൻ പോണ്ടായിരുന്നു. എന്താ പറയാ, ഞാൻ ഡൽഹി സൈഡ് പോകുമ്പോ ഒരു ക്യാമൽസിന്റെ കാരവാൻ പോയിരുന്നു, ആ ലേഡീസിനോട്. സോ that was a beautiful experience. This was a separate experience. ഗ്രൂപ്പിന്റെ കൂടെ പോകുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് യെസ്, സോളോ പോൾ ഈസ് ലൈക്ക് സംതിങ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ആൻഡ് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, സോളോ പോകുമ്പോ പേടിയാവില്ലേ, ഇസ് ഇറ്റ് സേഫ്? ഞാൻ എക്സ്പീരിയൻസ് എടുത്തോളം ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി സേഫ് ആയിരുന്നു. എനിക്ക് എവിടെയും ഒരു ബുദ്ധിമുട്ട്, ലക്കിലി എന്റെ വണ്ടിക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദാറ്റ് ഇസ് വൺ ഓഫ് ദ മേജർ റീസൺസ്. പംകിൻ, മൈ വണ്ടി ഈസ് കോൾഡ് പംകിൻ. അപ്പൊ പംകിന്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആവും വൺ ഓഫ് ദ റീസൺസ് അതാവും. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ടും കാണുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങൾക്കാണ് നമ്മൾ ഒരു പക്ഷേ ഇതുപോലെ സ്നേഹനാമം കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു വണ്ടിക്ക് പംകിൻ എന്ന പേര് കൊടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ഈ യാത്ര ചെയ്യുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ മറക്കാനാവാത്തൊരു ഓർമ്മ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പ്രത്യേകിച്ച് സോളോ ട്രിപ്പൊക്കെ ചെയ്യുന്ന ആളാണ്. ലഡാക്ക് ട്രിപ്പ് വാസ് ലൈക്ക് ടോട്ടലി ലൈക്ക് ദാറ്റ്. ഐ മീൻ സെക്കൻഡ് ടൈം ഗ്രൂപ്പിൽ പോയപ്പോ ഇറ്റ് വാസ് ലൈക്ക് ഞങ്ങള് ബാംഗ്ലൂരിലായിരുന്നു. ഒഫീഷ്യലി ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് ടിൽ ഡൽഹി അല്ല, ടിൽ ശ്രീനഗർ എത്തണ വരെ ഇറ്റ് വാസ് വെരി ഹോട്ട്. ക്ലൈമറ്റ് വാസ് ഞങ്ങൾ മെയ് എൻഡിലാണ് പോയത്. അപ്പൊ ഭയങ്കര ചൂടായിരുന്നു. ആൻഡ് അവിടുന്ന് ജമ്മു കയറിയ ഉടനെ ഇറ്റ് വാസ് ലൈക്ക് വെരി കോൾഡ്. അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇറ്റ് വാസ് ഭയങ്കര തണുപ്പും. സോ ദാറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വാസ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഓൾ ഫേസ്. ഞങ്ങളൊരു 6 ഗേൾസ് ആണ് പോയത്. അപ്പൊ ആ ഒരു പ്രോബ്ലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ പേഴ്സണലി ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം, എനിക്ക് ഓഫ് റോഡ്സ് ഭയങ്കര പേടിയാണ്. എനിക്ക് ഇപ്പോഴും ഓഫ് റോഡ്സിലേക്ക് പോകാൻ എനിക്ക് ടെൻഷനാണ്, സ്ട്രെസ് ആണ്. അപ്പൊ ഞങ്ങൾ ജമ്മു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറെ ഓഫ് റോഡ്സ് ഉണ്ട്. അപ്പൊ ആ ഓഫ് റോഡ്സ് പോവാൻ എനിക്ക് എന്റെ ടീമിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് പറ്റിയിരുന്നില്ല. ഐ മീൻ ഐ എം റിയലി ഇൻഡെപ്റ്റഡ് ടു മൈ ടീം ഓഫ് 5 ഗേൾസ്. ആൻഡ് ഞങ്ങളുടെ ഫൗണ്ടർ ഫൈവ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ഒരു മെക്കാനിക് ഷമീം ഉണ്ടായിരുന്നു. അപ്പൊ അവരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയിരുന്നില്ല. പക്ഷെ ഇറ്റ് വാസ് ലൈക്ക് അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇറ്റ് വാസ് വെരി വെരി ഈസി ഫോർ മീ ടു ഡു ദാറ്റ്. പക്ഷെ ഓഫ് റോഡ് വാസ് ദ മോസ്റ്റ് ടഫസ്റ്റ് തിങ് ദാറ്റ് ഐ ഫേസ്. ഹാപ്പി മൊമെന്റ്സ് പറയുമ്പോൾ ലേ എത്തുക വാസ് മൈ ഡ്രീം. ലേന്റെ ഉള്ളിലേക്ക് കയറി അവിടെ നമ്മൾ ആ എക്സ്പ്ലോർ ചെയ്യുന്നത് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്സ്. ആൻഡ് അവിടുത്തെ ആ എന്താ പറയുക, സീനറി ഈസ് ലൈക്ക് ഔട്ട് ഓഫ് ദ വേൾഡ് സീനറിയാണ്. ആൻഡ് another thing was namla Umlingla is the highest motorable pass in the world ane ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു റോഡാണ് ഉംലിംഗ്ല. സോ റീച്ചിങ് ദേർ അവിടെ ഞാൻ ഒരിക്കലും എത്തുമെന്ന് എനിക്ക് തോന്നില്ല. ബിക്കോസ് അവിടെ എത്തുമ്പോ അത്രയും ഹൈറ്റ്, ഇറ്റ്സ് ഈവൻ ഹയർ ദാൻ ദ എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാളും ഹയർ ആണ്. അപ്പൊ ആൻഡ് കിളിമഞ്ചാറിനേക്കാളും ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് 10 meters ബിലോ കിളിമഞ്ചാറോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഓൾട്ടിറ്റ്യൂഡിന്റെ ഇഷ്യൂസ് കാരണം കുറെ മെഡിക്കൽ, ആൻഡ് ഓൾറെഡി ഐ വാസ് 51 അറ്റ് ദാറ്റ് ടൈം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് വരുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ലക്കിലി അങ്ങനത്തെ ഇഷ്യൂസ് വണ്ടിക്കും ഉണ്ടായില്ല, എനിക്കും ഉണ്ടായില്ല. സോ ദാറ്റ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ്. ആൻഡ് ഞങ്ങൾ എത്തുമ്പോൾ സൺസെറ്റിന്റെ ടൈം ആയിരുന്നു. ഇറ്റ് വാസ് വെരി കോൾഡ്, ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. സോ റീച്ചിങ് ഉംലിംഗ്ല, അതായത് ഞങ്ങളുടെ മെയിൻ എയിം അതായിരുന്നു, ഉംലിംഗ്ല എത്തുക എന്നുള്ളതായിരുന്നു. സോ ഉംലിംഗ്ല എത്തിയപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. And it was a team effort, total team effort ആയിരുന്നു. അവിടെ എത്തണ വരെയും it was a team effort. So our team was very nice. ഓക്കെ, ഈ ടീം എഫേർട്ട് പോലെ തന്നെ നമുക്ക് വലിയൊരു എഫേർട്ട് ഈ പറഞ്ഞ പോലെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. പ്രത്യേകിച്ച് വേണം നിർബന്ധമില്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എങ്ങനെയാണ് പൊതുവെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട്? വെരി ട്രൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഹസ്ബൻഡാണ് ബൈക്ക് വാങ്ങി തന്നെ. അപ്പൊ പിന്നെ ആ ഒരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ട്. ഒരിക്കലും ഹീസ് നെവർ ആസ് മീ എന്തിനാ പോണേ, എന്തിനാ ബുദ്ധിമുട്ടാവില്ലേ, എന്തെങ്കിലും ഇഷ്യൂ ആവോ. ദി ഓൺലി തിങ്, ഞാൻ സോളോ പോകുമ്പോ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് ലൈവ് ലൊക്കേഷൻ ഷെയർ, അത് എന്റെ ഫസ്റ്റ് അത്രയും
ലോങ് സോളോ ട്രിപ്പ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ലൈവ് ലൊക്കേഷൻ ഒന്നും ഞാൻ ഷെയർ ചെയ്യാൻ പോകില്ല, ഞാൻ എവിടെയാണോ എത്തണേ അവിടെ ഐ വിൽ ഗിവ് യു മെസ്സേജ്. സോ ആ ഒരു സപ്പോർട്ട് ഓഫ് കോഴ്സ് ഐ ഹാവ്. ആൻഡ് മൈ പേരൻസ് ആർ വെരി വെരി സപ്പോർട്ടീവ്. ഇപ്പൊ എന്റെ ഒരു കൈന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ലാസ്റ്റ് ഒക്ടോബറിൽ എന്റെ കൈന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ അച്ഛൻ കഴിഞ്ഞ മാസം ചോദിക്കുക നീ എന്താ ഇങ്ങോട്ടും പോണില്ലേ. അപ്പൊ സോ ദാറ്റ് സോർട്ട് ഓഫ് സപ്പോർട്ട്. ആൻഡ് ഞാനിപ്പോ ഒരു ലോങ് റൈഡ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ലോങ് റൈഡ് പോയത് ബാംഗ്ലൂർ ആണ്. സോ എനിക്ക് പറയാൻ ഭയങ്കര പേടിയായിരുന്നു അച്ഛനും അമ്മയോടും, ബിക്കോസ് അവരിങ്ങനെ ടെൻഷൻ ആവും ഞാൻ പോകുമ്പോ. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്ത അച്ഛൻ പറഞ്ഞു വെരി ഗുഡ്, നീ പോയി എൻജോയ് ചെയ്തോ. സോ ദാറ്റ് സോർട്ട് ഓഫ് സപ്പോർട്ട്. അമ്മയ്ക്ക് ഓഫ് കോഴ്സ് അമ്മയ്ക്ക് അതിനായിട്ട് ചെറിയൊരു സ്ട്രെസ്, ഷീ നെവർ സേ നോ, ബട്ട് ദെൻ അമ്മയ്ക്ക് അമ്മയുടെ ആയിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടുള്ള ഒരു ഇതാണ്. ബട്ട് അച്ഛൻ, ഐ മീൻ ഈവൻ മൈ സിസ്റ്റർ, എവറിബഡി, ഈവൻ മൈ സൺ ഇസ് 26 years old. അവൻ വണ്ടിയൊന്നും ഓടിക്കില്ല. പക്ഷെ അവൻ ഇങ്ങനെ വീണ് കഴിയുമ്പോ അവൻ പറയും അമ്മ ഇവിടെ പാല് വാങ്ങാൻ പോവാണെങ്കിലും അമ്മ വിടുള്ളൂ. സോ ഇറ്റ് ഡസന്റ് മാറ്റർ, അമ്മ ചെയ്തോളാം, കുഴപ്പമില്ല. ഫാമിലി സപ്പോർട്ട് ഇസ് അബ്സല്യൂട്ട്ലി നെസസറി. അത് ഞങ്ങളുടെ ബൈക്കിംഗ് ഗ്രൂപ്പിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കുറെ ഗേൾസ് ചെയ്യാൻ പറ്റാത്ത വൺ ഓഫ് ദ മെയിൻ റീസൺസ് അവർക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതാണ്. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ എം വെരി ലക്കി എനിക്ക് ഉണ്ട്. സോ ദാറ്റ് ഇസ് വൺ തിങ് ദാറ്റ് ഐ എം വെരി ഹാപ്പി അബൌട്ട്. അത് ഓടിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്, നമ്മുടെ സപ്പോർട്ട് ഉണ്ട്, ഫാമിലിയുടെ സപ്പോർട്ട് പിന്നിലുണ്ട്. ആക്ച്വലി എന്റെ 2 ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് റിസ്റ്റും ഒന്ന് ഷോൾഡറും. പക്ഷെ 2 പ്രാവശ്യം nobody has ever told me, ചേച്ചി മാത്രമാണ് ചിലപ്പോൾ ദേഷ്യപ്പെടുക, ബട്ട് അതർ ദാൻ ദാറ്റ് nobody has told me not to go, ചെയ്യരുത്, നീ ഇനി പോണ്ടാന്നുള്ളത് എന്റെ ഫാമിലി സൈഡിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല. സോ ദാറ്റ് ഇസ് എ ബിഗ് സപ്പോർട്ട്. ഓക്കെ. ഈ 2 സർജറി കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ഈ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തുണ്ടായ പരിക്കുകളാണോ അതോ മറ്റെന്തെങ്കിലും ആക്സിഡൻസ് ആയിരുന്നോ? അല്ലല്ല, അത് ഞങ്ങൾക്കൊരു ലാസ്റ്റ് ഇയർ ഞങ്ങൾക്കൊരു സ്റ്റണ്ട് വാർഫെയർ, ഞങ്ങളുടെ CRFന്റെ ഞങ്ങളുടെ ബൈക്കിംഗ് ഗ്രൂപ്പിന്റെ ഒരു ബാംഗ്ലൂർ വെച്ചിട്ട്, ഒരു ബാംഗ്ലൂരിന്റെ അടുത്ത് ശൂലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്റ്റണ്ട് വാർഫെയർ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വോളണ്ടിയർ ആയിട്ട് പോയതാണ്, ബൈക്ക് എടുത്തിട്ട്, പമ്പിനെ എടുത്തിട്ട് ഞാൻ പോയത്. അപ്പൊ ഇറ്റ് വാസ് ലൈക്ക് 2 days. അപ്പൊ തലേ ദിവസം ഞാൻ ബൈക്കിൽ പോയി 2 days വോളണ്ടിയർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ തിരിച്ചു വരുമ്പോ ഐ വാസ് വെരി സ്ലീപ്പി. സോ ഇവിടെ എത്തുമ്പോഴേക്കും ലിറ്ററലി ഉറങ്ങിപ്പോയതാ. അത് ബൈക്ക് ഓടിച്ചുകൊണ്ട് തന്നെ ഐ സ്ലെപ്റ്റ് ഓഫ്. സോ അത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ ദൂരം. പക്ഷെ ഐ വാസ് ലാസ്റ്റ് 20 kilometers എനിക്ക് ഓടിച്ചത് ഓർമ്മേനെ ഇല്ല. അപ്പൊ അങ്ങനെ വീണിട്ട് എന്റെ റിസ്റ്റ് സർജറി ആയതാണ്. റിസ്റ്റ് സർജറി വാസ് ആക്ച്വലി വെരി ബാഡ്. അത് ഡോക്ടർ തന്നെ പറഞ്ഞു ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര കുറെ ചെറിയ ചെറിയ പീസസ് ആയിട്ടുണ്ട് ബോൺസ്, ആൻഡ് ദേ ഹാഡ് എ ഡിഫിക്കൽട്ട് ടൈം പുട്ടിങ് ഇറ്റ് ടുഗദർ ഡോക്ടർ പറഞ്ഞിട്ടായിരുന്നു. ബട്ട് ആൻഡ് ആ സമയത്ത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്, ബിക്കോസ് എനിക്ക് അറിയില്ല ഇനി ഓടിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന്. ബിക്കോസ് ഞാൻ ലഡാക്ക് പോവാൻ പറ്റാണ്ട് തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. സോ ഇനി എനിക്ക് പോകാൻ പറ്റുമോ, അപ്പൊ ഒരു ചാൻസ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ലല്ലോ എന്നൊക്കെ ഒരു സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അഗൈൻ അതിപ്പോ 2 months ഐ സ്റ്റാർട്ടഡ് റൈഡിങ് ബാക്ക് അഗൈൻ. അതെടുത്തുള്ളൂ ഗെറ്റിംഗ് ബാക്ക്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി പേർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന ആൾ തന്നെയാണ് സീമ. അപ്പോൾ എന്തായാലും ഇതുപോലെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു മോട്ടിവേഷൻ തന്നെ ആകട്ടെ. നന്ദി. ഇനി നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അറിവുകളിലേക്കാണ് അറിയാം. സ്പെഷ്യൽ കുട്ടികൾ എപ്പോഴും നമുക്ക് സ്പെഷ്യലായി തന്നെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടത് വളരെ പക്വതയോടെ ആയിരിക്കണം. അവരുടെ സംസാരശേഷി വർദ്ധിപ്പിക്കുന്നതിന് ചില മാർഗങ്ങളുണ്ട്. കടവന്തറിൽ പ്രവർത്തിക്കുന്ന സ്പീച്ച് ഷോർ മൾട്ടി ഡിസിപ്ലിനറി സെന്ററിലെ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റായ ശരത് ലാലാണ് ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നമുക്കതിലേക്ക് പോവാം. ഹായ്, എൻ്റെ പേര് ശരത്. ഞാൻ ഇവിടുത്തെ സ്പീച്ച് തെറപ്പിസ്റ്റ് കം ഓഡിയോളജിസ്റ്റ് ആണ്. സോ ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ടേം ആണ്. ബട്ട് എന്താണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ? അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. സോ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതായത് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികളിൽ മെയിനായിട്ട് കണ്ടുവരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ, അതായത് ബാക്കിയുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്കിപ്പം ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, പക്ഷെ ആ ഇന്ററാക്ഷൻ ഈ കുട്ടികളിൽ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ബാക്കിയുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, ഇന്ററാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരായിട്ട് വേർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. ഞാനിപ്പം ഒരാളുമായിട്ട് സംസാരിക്കുന്നു, അതൊരു വേർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ആക്ഷൻസ് കാണിക്കുന്നത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഇപ്പൊ സോഷ്യൽ കമ്മ്യൂണിക്കേഷനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പിക് ബിഹേവിയേഴ്സ് എന്ന് പറയും, റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ് എന്ന് പറയും. പ്രത്യേകിച്ച് പേർപ്പസ് ഒന്നും ഇല്ലാണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചില ബിഹേവിയേഴ്സ് കാണിച്ചുകൊണ്ടേയിരിക്കും കുട്ടികളിൽ. ഇപ്പം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണിത്.
അതായത് റിപ്പീറ്റഡ് ആയിട്ട് കൈകൊണ്ട് ഇപ്പം ആക്ഷൻസ് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് പേർപ്പസ് ഉണ്ടായിരിക്കത്തില്ല. അവരതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മീനിങ് കൺവേ ചെയ്യാൻ നോക്കുകയായിരിക്കത്തില്ല. ബട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് അവരിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് വൺ ഓഫ് ദ അതർ ഫീച്ചർ എന്ന് പറയുന്നത്. ഈ 3 ഫീച്ചറാണ് കൂടുതൽ നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ കാണുന്നത്. സോ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ പ്രായത്തിലെ ഈവൻ ലൈക്ക് ഫ്രം ദ ബർത്ത് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ഏജ് കൂടുന്നതനുസരിച്ചാണ് അതിന്റെ സിംറ്റംസ് ആൻഡ് ഫീച്ചേഴ്സ് കൂടുതലായിട്ടും എവിഡന്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചിലപ്പം ചില കുട്ടികളിൽ ഇപ്പം ആദ്യത്തെ ഒരു വർഷം ചിലപ്പം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ആ കുട്ടികളിൽ ഓരോരോ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും. അതായത് ഏജ് കൂടുന്നതനുസരിച്ച് അത് ഏതൊരു സ്കൂൾ ആയിക്കോട്ടെ, പിന്നെ കുറച്ചുകൂടെ പ്രായം കഴിയുമ്പോൾ വർക്ക് കൾച്ചർ ആയിക്കോട്ടെ, അവർക്ക് അതിന്റെ പതുക്കെ പതുക്കെ അതിൻ്റെ ഉള്ള എഫക്റ്റ് ഈവൻ പേഴ്സണൽ ലൈഫിലും എല്ലാ ലൈഫിലും അവർക്ക് അത് ബുദ്ധിമുട്ട് പതുക്കെ പതുക്കെ വന്നു തുടങ്ങും. സോ അത് നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് അങ്ങനത്തെ കുട്ടികളിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ ഇതിന്റെ മെയിൻ വൺ ഓഫ് ദ അതർ തിങ് എന്ന് പറയുന്നത്, സോ ഇവർക്ക് എല്ലാ മേഖലയിലും അവർക്ക് എല്ലാം നമുക്ക് ഒരേ ഒരു ടേമിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിലും പറയുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ്. ആ പേര് തന്നെയുണ്ട്, ഒരു സ്പെക്ട്രം ആണ്. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വെച്ച് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഒരു സ്റ്റട്ടറിങ് ഒരു കണ്ടീഷൻ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ പോലെ നമുക്കൊരു പർട്ടിക്കുലർ ഒരു കാറ്റഗറിയിൽ വെച്ച് നമുക്ക് ഒരിക്കലും ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ ഓരോരോ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിന്റെ സിവിയാരിറ്റിയും പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്. അതായത് ഒരു കുട്ടിയിലുള്ള ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ഫീച്ചേഴ്സ് വേറൊരു കുട്ടിയുമായിട്ട് കമ്പാരിറ്റീവ്ലി ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞവരുടെ ലേണിങ്ങിനായിരിക്കും പ്രോബ്ലം. ഓക്കെ, അവർക്ക് കൂടുതൽ ഇഷ്യൂസ് ഉള്ളത് അവരുടെ ലേണിംഗ് ആയിരിക്കും, അവർക്ക് അത് ലേൺ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ ചില കുട്ടികൾക്ക് അവരുടെ ഇന്റലിജൻസ് സാധാരണയുള്ളതിലും ലോ ആയിരിക്കും, നോർമലായിട്ട് വേണ്ടതിലും ലോ ആയിരിക്കും, വളരെ ലോ ആയിരിക്കും. ചില കുട്ടികളിൽ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം നോർമൽ അല്ലെങ്കിൽ ഹൈ ഫങ്ഷൻ എന്താ പറയാ ഇന്റലിജൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. നിങ്ങൾ അങ്ങനെ പല കണ്ടീഷൻസും മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും TV വഴിയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നല്ല രീതിയിൽ പാട്ട് പാടുന്ന കുട്ടികൾ, ഓക്കെ, സാധാരണ ആ ഒരു പ്രായത്തിൽ പാടുന്ന കുട്ടികളൊക്കെ ആയാലും സ്ഫുടതയോടെ അല്ലെങ്കിൽ അത്ര ഭംഗിയായിട്ട് പാട്ട് പാടുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾ മാത്തമാറ്റിക്സ് ആ ഒരു ഏജിൽ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനെയും അപ്പുറത്ത് നിൽക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ലിറ്ററേച്ചർ വൈസ് ഭയങ്കരമായിട്ട് ഒരുപാട് ബുക്കുകൾ വായിക്കുന്നു, അങ്ങനത്തെ പല. സോ അതിനെയൊക്കെ നമ്മൾ ഹൈ ഫങ്ഷൻ ഓട്ടിസം എന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ കുട്ടികൾ ഓക്കെ, എന്താ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. അവർക്ക് എന്താ പറയുക, ഇപ്പം ഒരു സോഷ്യലി പോയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സ്റ്റിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവർ പഠിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാവുന്ന ഇന്റലിജൻസ് അവർക്ക് എവിടെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ അവർക്ക് അത് എന്താ പറയുക, അവർക്ക് ആ സോഷ്യൽ ഇന്ററാക്ഷൻ സ്റ്റിൽ പ്രോബ്ലം ഉണ്ടായിരിക്കും. സോ ഇപ്പം ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ആളുകൾക്ക് യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഐ കോൺടാക്ട്, വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഐ കോൺടാക്ട് ഉണ്ടായിരിക്കത്തില്ല. അവർക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അറ്റൻഷൻ സ്പാൻ, നമ്മൾ പ്രീ ലിംഗ്വിസ്റ്റിക് ബിഹേവിയേഴ്സ് എന്ന് പറയും, അതായത് ലാംഗ്വേജ് അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ബിഹേവിയേഴ്സ്, അതൊക്കെ തന്നെ അവർക്ക് അഫക്റ്റഡ് ആയിരിക്കും. ആ കുട്ടികളിൽ ചെറുപ്പം തൊട്ടേ അവർക്ക് അഫക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിസ്റ്റ് ആണ്. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് സംസാരിക്കുവാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതലായിട്ടും ലാംഗ്വേജ് വൈസും സ്പീച്ച് വൈസും ഭൂരിഭാഗം കണ്ടീഷൻസിലും ഏജ് അഡിക്വേറ്റ് ആയിരിക്കത്തില്ല. അവർക്ക് ഇപ്പം ഏജിൽ ഇപ്പോൾ ഒരു 3 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ലാംഗ്വേജ് ഏജ് എന്ന് പറയുന്നത് ചിലപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും, 1 ഇയറോ അല്ലെങ്കിൽ അതിലും കുറവായിരിക്കും. ബിക്കോസ് അവർക്ക് ഏജ് അഡിക്വേറ്റ് ആയിട്ട് ഒരിക്കലും ഒരു ലാംഗ്വേജ് അച്ചീവ്മെന്റ് ഉണ്ടായിരിക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ലോ ഇന്റലിജൻസും പിന്നെ ലാക്ക് ഓഫ് ഇന്ററാക്ഷനും ആയിരിക്കും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഓഫ്കോഴ്സ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന പ്രോബ്ലംസും ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇന്റന്റ് ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അതായത് അവർക്ക് നമുക്കിപ്പോൾ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്റന്റ് അവർക്ക് ഉണ്ടായിരിക്കത്തില്ല. അവർക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള ലോകത്തിൽ ഒതുങ്ങി കൂടാനായിരിക്കും കൂടുതലും താല്പര്യം ഉണ്ടാവുന്നത്. ബാക്കിയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനോ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ അല്ലെ അങ്ങനെ ഇപ്പൊ അവരുടെ ഇപ്പൊ കുട്ടികളാണെങ്കിൽ ഇപ്പൊ നമ്മൾ കടൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് കൊഞ്ചിക്കാൻ പോവുകയാണെങ്കിൽ അതിനൊന്നും ഒരു താല്പര്യം ഉണ്ടായിരിക്കത്തില്ല. ഒറ്റയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു ഗെയിംസ് അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുന്നത്. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്റന്റ് ഉണ്ടായിരിക്കത്തില്ല. ഒരു സിറ്റുവേഷനിൽ പോയി സംസാരിക്കണം എന്നുള്ള താല്പര്യം അവർക്ക് ഉണ്ടായിരിക്കത്തില്ല. ഇതൊക്കെയായിരിക്കും മെയിൻ ആയിട്ട് ജനറൽ ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പീച്ച് വൈസിൽ ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. സോ ഇതിപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ്, കെയർ ഗീവേഴ്സ്, അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സോ ഇങ്ങനത്തെ ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്കോ കാണുകയാണെങ്കിൽ ഓക്കെ, ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക തന്നെ ചെയ്യണം.
അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കല് നമ്മൾ പല കണ്ടീഷനിലും കണ്ടിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. ഓട്ടിസം എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല. ബട്ട് ഞാൻ പറയുന്നത് അതിനൊരു സ്റ്റിൽ ഒരു നല്ലൊരു സൈഡ് ഉണ്ട്. നമ്മൾ എത്രയും ഏർലി സ്റ്റേജിൽ നമ്മൾ അത് കണ്ടുപിടിക്കുവാണെങ്കിൽ അതനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മൾ കുട്ടിയുടെ ലൈഫിൽ നമുക്ക് വരുത്താൻ പറ്റും. ഓക്കെ, ഇത് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഗീവ് അപ്പ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ അല്ല. നമുക്ക് ഉറപ്പായിട്ടും കുട്ടികളുടെ ലൈഫിൽ വളരെയധികം ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. സോ അത് എത്രയും ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റും അത്ര ഏർലി സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. സോ അപ്പം കുട്ടിയുടെ എവിടെയാണ് ലാക്കിംഗ് ആയിരിക്കുന്നത്, എന്താണ് ലാക്കിംഗ് ആയിരിക്കുന്നത്, സ്പീച്ച് ആണോ, ലാംഗ്വേജ് ആണോ, അതോ കമ്മ്യൂണിക്കേഷൻ ആണോ, എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് പ്രോപ്പറായി ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയെ നമുക്ക് സമൂഹത്തിന് മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായും പറ്റുന്നതാണ്. അപ്പം ആ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണുവാണെങ്കിൽ ഡോക്ടറെ അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പിസ്റ്റിനെയോ കണ്ട് കൺസൾട്ടേഷൻ ഏറ്റെടുക്കുക. താങ്ക് യു. ഇന്നത്തെ അതിഥിയും അറിവും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ ന്യൂസ് 3 തുടരും. നന്ദി, നമസ്കാരം.